ഹായ് വെൽക്കം ടു എജ്യൂബിൾസ് ലേണിംഗ്. എന്തൊക്കെയാണ് വിശേഷങ്ങൾ? കഴിഞ്ഞ ദിവസം നമ്മുടെ ക്ലാസ്സുകളൊക്കെ നിങ്ങൾ കണ്ടു. അതിൻ്റെ കൺസെപ്റ്റ് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. പലരും കമൻ്റൊക്കെ ചെയ്തു. തീർച്ചയായിട്ടും നിങ്ങളുടെ കമൻറ്റ് ഞങ്ങൾക്ക് വളരെയധികം വലിയ എൻകറേജ്മെൻ്റ് ആണ്. തീർച്ചയായും നിങ്ങൾക്ക് നമ്മുടെ ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ഒരു ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊക്കെ ഇത് പഠിക്കാൻ ആഗ്രഹിക്കുന്ന സുഹൃത്തുക്കൾക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അവരും ഈ രീതിയിൽ പഠനം നടത്തട്ടെ. കാരണം സൈക്കോളജിയിൽ നമ്മൾ അതിൻ്റെ സോഴ്സ് മനസ്സിലാക്കിയിട്ടാണ് ഓരോ ക്വസ്റ്റ്യൻസും എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. നമ്മളിപ്പോൾ ക്വസ്റ്റ്യൻസ് വരുന്നത് എവിടെ നിന്നാണ്, അതിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള ഭാഗങ്ങൾ എവിടെ നിന്നാണ് ചോദ്യം വരാൻ സാധ്യതയുള്ളത്, അത് നോക്കിയിട്ടാണ് നമ്മൾ ക്ലാസ്സുകളിൽ പറയാറുള്ളത്. അതുകൊണ്ട് അവർക്ക് ഉപകാരപ്പെടും. അതുകൊണ്ട് നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ നിങ്ങൾക്ക് ഇനിയും നമ്മുടെ ചാനലിലൂടെ സൈക്കോളജിയിലോ ഇംഗ്ലീഷിലോ EVSലോ സോഷ്യലിലോ അല്ലെങ്കിൽ സയൻസിലോ എന്തിലൊക്കെ നമ്മൾ ചാനലിലൂടെ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നോ അതൊക്കെ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ്. നമ്മളത് പരിഗണിക്കും. നമ്മുടെ ചാനലിലൂടെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തന്നെ ഇതിൻ്റെ എല്ലാ ഭാഗങ്ങളും പറഞ്ഞു തരും. കാരണം എക്സാമിനെ സംബന്ധിച്ച് നമുക്കറിയാം, കേട്ടറ്റ് എക്സാം നമ്മൾ കൺസെപ്റ്റ് മനസ്സിലാക്കുന്നു, ടോപ്പിക്ക് പഠിക്കുന്നു. അതിൻ്റെ കൂടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ് നമ്മുടെ PYQ ചെയ്യുക എന്നുള്ളത്. എന്നാൽ മാത്രമേ ചില ബൃഹത്തായ ടോപ്പിക്കുകളൊക്കെ നമുക്ക് കൃത്യമായിട്ട് ഒരു സിസ്റ്റത്തിലൂടെ അത് കൊണ്ടുപോകാൻ പറ്റൂ. കാരണം നമ്മുടെ സമയം പരിമിതമായിരിക്കും. ആ ഒരു സമയത്തിനുള്ളിൽ ഇതിൻ്റെ ഏതൊക്കെ ഭാഗം പഠിക്കണം എന്ന് നമ്മൾ വിചാരിക്കും. റാൻഡമായിട്ട് ഇങ്ങനെ വലിച്ചു വാരി പഠിക്കുകയാണെങ്കിൽ ചിലപ്പോൾ നമുക്കത് ഫോളോ ചെയ്യാൻ പറ്റുകയില്ല. അപ്പം നമ്മൾ ലേണിങ്ങിനെ കുറിച്ചൊക്കെ ഇതിൽ പഠിക്കുന്നുണ്ട്, ലേണിങ്ങിൻ്റെ സ്ട്രാറ്റജി പഠിക്കുന്നുണ്ട്. അപ്പം നമ്മൾ പഠിക്കുമ്പോൾ ആ ലേണിംഗ് സ്ട്രാറ്റജി നമ്മൾ ഫോളോ ചെയ്യണം. അപ്പോൾ അതുകൊണ്ടാണ് കൃത്യമായ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള രീതിയിലുള്ള പഠനം നമ്മൾ ഈ PYQ ഡിസ്കഷനിലൂടെ നടത്തുന്നുണ്ട്. തീർച്ചയായും നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ മറക്കരുത്, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോവാം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് അതുപോലെ തന്നെ കുറച്ചും കൂടി വ്യത്യസ്തമായ ചോദ്യങ്ങളാണ്. പക്ഷെ നിങ്ങൾക്ക് മനസ്സിലാക്കാം, ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ കണ്ടാൽ നിങ്ങൾക്ക് എങ്ങനെയാണ് ഇത് റിപ്പീറ്റഡ് ആയിട്ട് വരുന്നത് അത് നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാം. റിപ്പീറ്റഡ് ആയി വരുന്നു, പക്ഷേ അത് എങ്ങനെയാണ് ചോദിക്കുന്നത്, അതിൻ്റെ ഏതൊക്കെ തലങ്ങളാണ് ചോദിക്കുന്നത് എന്ന് കൂടി നമുക്ക് മനസ്സിലാക്കാം. നമുക്ക് ആദ്യത്തെ ചോദ്യം നോക്കാം. ഒരു ചോദ്യം നമ്മൾ ഒഴിവാക്കി. നമ്മൾ ആദ്യത്തെ ചോദ്യം ഇതാണ്: വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് നോട്ട് എ ഫാക്ടർ ടു ഡിഫൈൻ എ മെച്യൂർഡ് പേഴ്സണാലിറ്റി പ്രപ്പോസ്ഡ് ബൈ വില്ലാർഡ് ആൽപോർട്ട്. അതായത് ആൽപോർട്ട് പറഞ്ഞ പക്വ വ്യക്തിത്വം എന്താണ്? പക്വ വ്യക്തിത്വത്തെ വിശദീകരിക്കാൻ വില്ലാർഡ് ആൽപോർട്ട് നിർദ്ദേശിച്ച മാനദണ്ഡങ്ങളിൽ പെടാത്തത്. ഇത് ക്വസ്റ്റ്യൻ തന്നെ നമുക്കൊരു പ്രധാനപ്പെട്ട പോയിന്റ് കിട്ടി. അതായത് എന്താണ് പക്വ വ്യക്തിത്വം? അതായത് മെച്യൂർഡ് പേഴ്സണാലിറ്റി. നമ്മൾ ഇത് ബോൾഡ് ആക്കിയിട്ട് തന്നെ മനസ്സിലാക്കാം. മെച്യൂർഡ് പേഴ്സണാലിറ്റി ഇങ്ങനെയുള്ള ഒരു കൺസെപ്റ്റ് കൊണ്ടുവന്നത് ആരാണ്? അത് ആൽപോർട്ടാണ്. ആൽപോർട്ടിൻ്റെ കൺസെപ്റ്റ് നമ്മൾ നേരത്തെ പലതും ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു കുറച്ചും കൂടി വ്യത്യസ്തമായ മറ്റൊരു ചോദ്യമാണ്. ഇതും നമ്മൾ പഠിക്കണം. ആൽപോർട്ടിനെ കുറിച്ച് പഠിക്കുന്ന സമയത്ത് കാർഡിനൽ, സെക്കൻഡറി ഇതൊക്കെ പറയാറില്ലേ? അത് മാത്രമല്ല, ട്രേറ്റ് മാത്രമല്ല പഠിക്കേണ്ടത്, അദ്ദേഹത്തിൻ്റെ മെച്യൂർഡ് പേഴ്സണാലിറ്റി എന്നുള്ള കൺസെപ്റ്റ് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ എന്താണ് അതിൻ്റെ ഭാഗമായിട്ട്? എക്സ്റ്റെൻഡഡ് സെൽഫ് റെഗുലേഷൻ, ആത്മസന്തുലനം, റിയലിസ്റ്റിക് പെർസെപ്ഷൻ, യഥാർത്ഥ ബോധം, റിയലിസ്റ്റിക് ആയിട്ടുള്ള പെർസെപ്ഷൻ, അൺകണ്ടീഷണൽ പോസിറ്റീവ് റിഗാർഡ്. ഇതിൽ ഏതാണ് പെടാത്തത്? ബാക്കി മൂന്നും പെടുന്നതാണ്. സോ ആൻസർ ഈസ് ഓപ്ഷൻ ഡി. ഏതാണ്? ഓപ്ഷൻ ഡി, നിരുപാധിക പരിഗണന. അപ്പൊ നമുക്ക് ആൽപോർട്ട് ഇതിന്റെ ഘടകങ്ങൾ പറഞ്ഞതിൽ 6 ഘടകങ്ങൾ പറയുന്നുണ്ട്. അപ്പൊ നോക്കൂ, ഒന്നാമത്തത് വിപുലീകൃതാഹം, എക്സ്റ്റെൻഡഡ് സെൽഫ് എന്ന് പറഞ്ഞു, നേരത്തെ പറഞ്ഞല്ലോ. രണ്ടാമത്തത് ഊഷ്മള ബന്ധങ്ങൾ, അതും അതിൽ തന്നെ വരുന്ന കേട്ടോ. മെച്യൂർഡ് പേഴ്സണാലിറ്റിയിൽ മറ്റുള്ളവരുടെ ശ്രദ്ധയും ആദരവും നേടിയെടുക്കുന്ന തരത്തിൽ ആരോഗ്യകരമായ ബന്ധങ്ങൾ വളർത്തിയെടുക്കാൻ പക്വ വ്യക്തിത്വത്തിന്റെ ഉടമകൾക്ക് കഴിയുന്നു. പിന്നെ ആത്മസന്തുലനം നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ. അതുപോലെ തന്നെ യാഥാർത്ഥ്യബോധവും പറഞ്ഞു, റിയലിസ്റ്റിക് പെർസെപ്ഷൻ പറഞ്ഞു. അതുപോലെ മറ്റൊന്നാണ് ആത്മധാരണ, സ്വന്തം കഴിവുകളെയും പരിമിതികളെയും, സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ്, ഇതിനെക്കുറിച്ച് വസ്തുനിഷ്ഠമായിട്ട് വിലയിരുത്തുന്നു കേട്ടോ, സബ്ജക്റ്റീവായിട്ട്. നെക്സ്റ്റ് ഏകാത്മക ജീവിത ദർശനം, സ്വന്തം ജീവിതാനുഭവങ്ങളിലൂടെ ആത്മസംതൃപ്തി എന്ന സെൽഫ് ആക്ച്വലൈസേഷൻ അല്ലെ വികസിപ്പിച്ചെടുത്ത അംഗീകൃതവും അതായത് യൂണിഫൈയിങ് ആയിട്ടുള്ള ജീവിത ദർശനം പുലർത്തുന്നു. ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക. ഇങ്ങനെ ക്വസ്റ്റ്യൻ വന്നാൽ ഇത് ഏതാ പെടാത്തതെന്ന് ചോദിച്ചാൽ എഴുതാൻ പറ്റും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. ജോജി ഒരു 5ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. ഗണിത ക്ലാസ്സിൽ അധ്യാപകൻ സംഖ്യകൾ പറയുമ്പോൾ മിക്കപ്പോഴും അവൻ തെറ്റിച്ചാണ് എഴുതുന്നത്. സംഖ്യ പറയുമ്പോൾ തെറ്റിപ്പോവും. ഉദാഹരണം പറഞ്ഞു നോക്കൂ.
678നെ 768 എന്നോ 876 എന്നോ എഴുതും. കേൾക്കാത്തത് കൊണ്ടല്ല, പിന്നെ എന്തോ മാറിപ്പോകുന്നു. അപ്പൊ ഇത് നമുക്കറിയാം, ഇതൊരു ലേണിംഗ് ഡിസാബിലിറ്റി ആണ്. അത് എന്താണ്? മാത്തമാറ്റിക്സുമായി ബന്ധപ്പെട്ട് ഡിസ്ലെക്സിയ, ഡിസ്കാൽക്കുലിയ, ഡിസ്പ്രാക്സിയ, ഡിസ്നോമിയ. ഏതാണത്? ഡിസ്കാൽക്കുലിയ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ലേണിംഗ് ഡിസാബിലിറ്റി എപ്പോഴും വരുന്നുണ്ട്. നമ്മൾ ആ പ്രധാനപ്പെട്ട ലേണിംഗ് ഡിസാബിലിറ്റി പഠിച്ചു വെക്കുക. ആദ്യമായിട്ട് കേൾക്കണമെങ്കിൽ വായനാ വൈകല്യമാണ് എന്ത് അല്ലേ? ഡിസ്ലെക്സിയ, ഡിസ്ഗ്രാഫിയ, എഴുത്തിലുള്ള എഴുതിയത് അല്ലേ, എഴുത്തിനെ കുറിച്ചുള്ളതാണ്. നെക്സ്റ്റ്, 4 പന്തുകളും 3 പന്തുകളും ചേർത്ത് വെച്ച് 7 പന്തുകളുണ്ട് എന്ന് ആര് സൂചിപ്പിക്കുന്ന പ്രവർത്തനം 5ാം ക്ലാസ്സിൽ നടത്താൻ അധ്യാപകൻ അവസരം നൽകി. തുടർന്ന് അധ്യാപകൻ 4+3=7 എന്ന് ബോർഡിൽ എഴുതി കാണിച്ചു. ഇത് നിരീക്ഷിച്ച മിലി ഉടൻ പ്രതികരിച്ചു, എങ്കിൽ 7 - 3 4 ആയിരിക്കില്ലേ എന്ന്. അപ്പോൾ ഇങ്ങനെയൊരു കുട്ടി പറഞ്ഞല്ലോ. അപ്പൊ ക്വസ്റ്റ്യൻ ഇതാണ്, പിയാഷയുടെ വൈജ്ഞാനിക വികാസ ഘട്ടങ്ങളിൽ ഏതിലാണ് മിലിയുടേത്? നമുക്കറിയാം പിയാഷയുടെ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. നമ്മൾ അതിന്റെ ഭാഗമായിട്ടുള്ള ചോദ്യമാണ്, പക്ഷെ കൺസെപ്റ്റ് ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ നമ്മൾ ഇവിടെ എന്ത് കൺസെപ്റ്റ് ആണ് ഇവിടെ? നിങ്ങൾ നോക്കൂ, ഈ കൺസെപ്റ്റ് നമുക്ക് ആദ്യം മനസ്സിലാവണം. എന്താണ്? 4+3 7 7. അപ്പൊ അതിൽ നിന്ന് 7 - 3 4. ഇത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. എന്താണ് ഇവിടെ? റിവേഴ്സബിലിറ്റി എന്നുള്ളൊരു കൺസെപ്റ്റ് ആണ്. റിവേഴ്സബിലിറ്റി, ഇറിവേഴ്സബിലിറ്റി ഉണ്ട്, റിവേഴ്സബിലിറ്റി ഉണ്ട്. അതായത് തിരിച്ചും അങ്ങോട്ടും ഇങ്ങോട്ടും അല്ലെ. അപ്പോൾ ഇതില് ഏതാണ്? അത് ഇന്ദ്രിയ ചാലഘട്ടം, സെൻസറി മോട്ടോർ സ്റ്റേജ്, പ്രാക് മനോവ്യാപാര ഘട്ടം, പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ്, മൂർത്ത മനോവ്യാപാര ഘട്ടം, കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ്, ഔപചാരിക മനോവ്യാപാര ഘട്ടം, ഫോമൽ ഓപ്പറേഷൻ സ്റ്റേജ്. ഏതാണത്? നിങ്ങൾ പറയും ഏതാണ്? റിവേഴ്സബിലിറ്റി നടക്കുന്നത്, അതിനുള്ള കഴിവ് വരുന്നത് കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ്, അതല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം? മൂർത്ത മനോവ്യാപാര ഘട്ടം. ഓക്കെ, ഇവിടെ ഞാനൊരു കോഡ് പറഞ്ഞുതരാം. നമ്മൾ ഇടയ്ക്ക് കോഡുകൾ പറയാറുണ്ട് അല്ലേ. ഇവിടെ ഒരു കോഡ് എന്താ വെച്ചാൽ, ഈ മൂർത്ത മനോവ്യാപാര ഘട്ടം എന്ന് പറഞ്ഞാൽ കോൺക്രീറ്റ്. ഇവിടെ ഉള്ള കാര്യങ്ങളൊന്ന് പഠിച്ചു വെക്കുക. മൂത്താൽ എന്താണ്? ഇതൊരു കുറച്ച് ഇതാകണേ. എന്താണ് മൂത്താൽ? കാണുന്നുണ്ടാവും. മൂത്താൽ ഞാൻ കാണിച്ചുതരാം. കൺസൾട്ട് ചെയ്യണം. എന്ത് ചെയ്യണം? കൺസൾട്ട് ചെയ്യണം. അപ്പോൾ തലക്ക് ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടെങ്കിൽ അത് മൂത്താൽ കൺസൾട്ട് ചെയ്യാം. വെച്ചേക്കരുത്. മൂത്താൽ കൺസൾട്ട് ചെയ്യണം. പിന്നെന്ത് ചെയ്യണം? ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരണം. എന്ത് ചെയ്യണം? തിരിച്ചു കൊണ്ടുവരണം. ഓർത്തന്നെ, ഇത് ഓർത്ത് വെച്ചോളി. മൂത്താൽ കൺസൾട്ട് ചെയ്യാം. മൂത്താൽ എന്ന് പറഞ്ഞാൽ മൂർത്ത മനോവ്യാപാര ഘട്ടത്തിന്റെ കൺസൾട്ട്. അവിടെയുള്ള ഒന്നാണ് കൺസർവേഷൻ. എന്താണ്? കൺസർവേഷൻ. നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലേ, ഒരു ഗ്ലാസ്സിൽ ഇടുങ്ങിയ അല്ലെ വീതി കുറഞ്ഞൊരു നീളമുള്ള പാത്രം, ഉദാഹരണം അല്ലേ, ഞാൻ വരച്ചിരുന്നു ഇങ്ങനെ ഒരു പാത്രം. അതുപോലെ കുറച്ച് വീതി കൂടുതലാണ്, ഉയരമില്ല. ഇതിൽ ഒരേ അളവിലുള്ള 2 വസ്തുക്കൾ ഒഴിച്ചാൽ അത് രണ്ട് രീതിയിലാണ്. പക്ഷേ കുട്ടി കുറച്ച് ഉയരം കൂടിയതിനെ അതിലാ കൂടുതൽ എന്ന് വിചാരിച്ചാൽ അവിടെ എന്താ? കൺസർവേഷൻ കുട്ടിയിൽ എത്തിയിട്ടില്ല. കൺസർവേഷൻ എത്തുന്നത് എപ്പോഴാ? അത് മൂർത്ത മനോവ്യാപാര ഘട്ടത്തിലാ. അതാ മൂത്താൽ കൺസൾട്ട് ചെയ്യണം, തിരിച്ചു കൊണ്ടുവരണം. റിവേഴ്സ് തിരിച്ചു കൊണ്ടുവരുന്ന, റിട്ടേൺ, റിവേഴ്സ് ചെയ്യുക. അപ്പൊ ഇറിവേഴ്സബിലിറ്റി ഏതിലാണുള്ളത്? പ്രീ ഓപ്പറേഷനിലാണ്. അതേ സമയത്ത് റിവേഴ്സബിലിറ്റി എവിടെയാണ്? അത് മൂർത്ത മനോവ്യാപാര ഘട്ടത്തിലാണ്. ഈ 2 പോയിന്റ് പ്രധാനപ്പെട്ട 2 കാര്യങ്ങളാണ്. അത് ഞാൻ ജസ്റ്റ് ഒരു കോഡ് പറഞ്ഞു തന്നതാണ് കേട്ടോ, പലരുടെയും കോഡുകളാണ്. നെക്സ്റ്റ് നോക്കൂ, ഇവിടെ ഞാൻ അതിലുള്ള പ്രധാനപ്പെട്ട കാര്യം, തൻ്റെ മുന്നിൽ അനുഭവവേദ്യമായതിനെ പ്രശ്നങ്ങളെക്കുറിച്ച് യുക്തിപൂർവ്വം ചിന്തിക്കാൻ കഴിയുന്നു. അനുഭവവേദ്യം എന്ന് പറഞ്ഞാൽ എന്താ അല്ലേ? അതാണ് കോൺക്രീറ്റ് എന്ന് പറയുന്നത്. അവിടെ എന്തില്ല? അബ്സ്ട്രാക്റ്റ് കൺസെപ്റ്റ് പറ്റില്ല. അതായത് അനുഭവത്തിലൂടെ കാണാൻ പറ്റുന്നത് ആ കുട്ടിക്ക് ചിന്തിക്കാൻ പറ്റൂ. പക്ഷെ അതിനെ യുക്തിപൂർവ്വം ചിന്തിക്കാൻ പറ്റും. അത് യുക്തിപൂർവ്വം അതിൻ്റെ ഒരു ആദ്യ വടിയാണത്. പക്ഷെ അത് അനുഭവമായതിനെ കാണാൻ പറ്റും. ഇനി കൺസർവേഷൻ, രണ്ടാമത് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ കൺസർവേഷൻ. പിന്നെ പല സവിശേഷതകൾ പരിഗണിച്ച് നിഗമനത്തിൽ എത്തിച്ചേരുന്നു. പ്രത്യാവർത്തനം, അതാണ് റിവേഴ്സബിലിറ്റി. പ്രത്യാവർത്തനം, അതിന് മലയാളാട്ടോ, അതിനുള്ള കൈവാർജി. ഇത് ഒക്കെ എന്താണ്? മൂർത്ത കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ് ആണ്. അടുത്ത നോക്കൂ, സ്കീമ എന്ന വൈജ്ഞാനിക ഘടന രൂപം കൊള്ളുന്നത് പഠിതാവ് നേടുന്ന അറിവുകളും അനുഭവങ്ങളും 2 പൂരക സമ്പ്രദായത്തിലൂടെ രൂപപ്പെട്ട് വികസിച്ചതാണെന്ന് യാങ് പിയാഷെ അഭിപ്രായപ്പെട്ടത്. അപ്പോൾ ഞാൻ ഇംഗ്ലീഷ് ഒന്ന് പറഞ്ഞുതരാം.
Jean Piaget opined that schemas are concepts which evolve and develop through two complementary systems. എന്താണ് ആ കോംപ്ലിമെന്ററി സിസ്റ്റം? അത് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. ഏതാണ്? അസിമിലേഷൻ ആൻഡ് അക്കോമഡേഷൻ. ഏതാണ്? ഓപ്ഷൻ സി. സ്വാംശീകരണവും സംസ്ഥാപനവും. ഓക്കെ, അസിമിലേഷൻ ആൻഡ് അക്കോമഡേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. സ്കീം അതിൻ്റെ ബേസിക് ആയിട്ടുള്ള കോംപ്ലിമെന്ററി സിസ്റ്റം ആണത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. സ്ഥിരതയാർന്ന വൈകാരിക പ്രകടനം, നൂതന ഭാവനശേഷി എന്ന് പറഞ്ഞാൽ കണ്ടോ, ഇമോഷണൽ പെർഫോമൻസ്, അത് സ്റ്റേബിൾ ആയിരിക്കും. അതുപോലെ നോവൽ ഇമാജിനേഷൻ, അതാണ് നൂതന ഭാവനാശേഷി കുട്ടികളുടെ. ഗ്രോത്ത് ഓഫ് സയന്റിഫിക് തിങ്കിങ്, അത് ശാസ്ത്രീയമായ ചിന്ത വളരുന്നു. സ്ട്രോങ് ബോണ്ട്, അതായത് സംഘപ്രവർത്തനം, പിയർ ഗ്രൂപ്പുമായിട്ടുള്ള പ്രവർത്തനം. പ്ലേ വിത്ത് സെയിം ഏജ് ഗ്രൂപ്പ്, അതല്ലേ. ഇൻക്രീസ്ഡ് സ്പോർട്സ്മാൻ സ്പിരിറ്റ്, അല്ലെ, കായിക ശക്തി, ധൈര്യം, ഇതൊക്കെ വരുന്നത് ഏത് ഘട്ടത്തിലാണ്? വികാസത്തിന്റെ ഏത് ഘട്ടത്തിലാണ്? ഇൻഫാൻസി, മിഡിൽ ചൈൽഡ്ഹുഡ്, ലേറ്റർ ചൈൽഡ്ഹുഡ്, അഡോളസൻസ്. ഏതാണ് ഇവിടെ നമ്മൾ പഠിച്ചു? അത് എവിടെ വരുന്നത്? അന്ത്യബാല്യത്തിലാണ്, ലേറ്റർ ചൈൽഡ്ഹുഡിലാണ്. ഓക്കെ, അപ്പൊ ഇതിന്റെ കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരാം. അന്ത്യബാല്യത്തിലെ പ്രകൃതവും സവിശേഷതകളും, അതായത് അന്ത്യബാല്യത്തിലുള്ള പ്രത്യേകതയാണ് സാമൂഹിക അവബോധം കൂടുതൽ വികസിക്കും. അതൊന്ന് പഠിച്ചു വെക്കണം. ഞാൻ ഈ ഹൈലൈറ്റ് ചെയ്ത കാര്യങ്ങൾ ഉത്തരവാദിത്ത ബോധം പ്രകടിപ്പിക്കുകയും ചെയ്യുന്നു. പിന്നെ യാഥാർത്ഥ്യ ബോധത്തോടു കൂടി പെരുമാറുന്നു. അതുപോലെ മാത്സര്യബോധം, അല്ലെ, ഒരു മത്സര ചിന്ത വരുന്നു. വിമർശന ബുദ്ധിയോടെ കാര്യങ്ങളെ വിശകലനം ചെയ്യാം, നമ്മൾ പറഞ്ഞേ അങ്ങനെയുള്ള കാര്യങ്ങൾ വരുന്നുണ്ട്. വീരാരാധന, അല്ലെ, വീരാരാധന. ആ കുട്ടികളുണ്ടല്ലോ ചില മായാവിയും പഴയ കാലത്ത് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെയുള്ള കുറെ ആളുകൾ, നമ്മുടെ ശക്തിമാൻ എന്നൊക്കെ പറയുന്നില്ലേ, ഇങ്ങനെയുള്ള ഇപ്പൊ ഒരുപാട് പുതിയ പുതിയ ആളുകളാണ്. അപ്പൊ ഇങ്ങനെയുള്ള വീരാരാധനകൾ, അതുകൊണ്ടാണല്ലോ ഈ കഥാപുസ്തകങ്ങളൊക്കെ ഇവർക്ക് കൂടുതൽ വായിക്കാൻ ഭയങ്കര ഇഷ്ടം. കായിക ശക്തിയും ധൈര്യവും, ഇവിടെ കണ്ട ഇത് പോയിന്റാണ്, കായിക ശക്തിയും ധൈര്യവും. സമപ്രായ സംഘപ്രവർത്തനം, പിയർ ഗ്രൂപ്പ് ആക്ടിവിറ്റി. ജീവിത മൂല്യങ്ങളെക്കുറിച്ച് കാഴ്ചപ്പാട് രൂപീകരിച്ച് തുടങ്ങുന്നു. ശാസ്ത്രീയ ചിന്ത. നിങ്ങൾ ആലോചിച്ച് നോക്കി, ക്വസ്റ്റ്യൻ വന്നത് എവിടെ നിന്നാണ്? കൃത്യം ഞാൻ പറയില്ല, സോയിസ് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. ഈ സോയിസ് നോക്കിയിട്ട് സൈക്കോളജി പഠിക്കുകയാണെങ്കിൽ എളുപ്പത്തിൽ പഠിക്കാം. ഭാഷാശേഷികളിൽ നിപുണത, വൈദഗ്ധ്യം. അതെവിടെ ഭാഷയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ അപ്പോൾ ഓപ്ഷനിൽ വരാത്തതാണ്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. ഫെമിനയുടെ മാനസിക വയസ്സ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു മുമ്പ്, മെന്റൽ ഏജ്. അവളുടെ കായിക വയസ്സിനേക്കാൾ കൂടുതലാണ്, മാനസിക ഏജ് കൂടുതലാണ്. മെന്റൽ ഏജ് എന്ന് പറഞ്ഞാൽ 15 വയസ്സുള്ള കുട്ടിക്ക് 16 വയസ്സുള്ള ആളുടെ മെന്റൽ കപ്പാസിറ്റി ആണെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കുക, അവിടെ IQ കൂടുതൽ. ഇങ്ങനെ ആലോചിച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാക്കുക IQ കൂടുതലാണ്, അല്ലെ. ഇനി ഓപ്ഷൻ നോക്കൂ. ഫെമിനയുടെ IQ 100-നേക്കാൾ കൂടുതലാണ്. ഇനി നോക്കൂ, 100-നേക്കാൾ കൂടുതലായിരിക്കും. ഫെമിനയുടെ IQ 100ആണെന്ന് പറയുന്നത്. ഫെമിന IQ 100-നേക്കാൾ കുറവാണ്. ഫെമിന IQ 90 അപ്പോൾ ശരി ഏത് എന്നുള്ളതല്ലേ? ശരി ഏതാണ്? അവളെ കൂടുതലാണ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് എന്ത് ചെയ്യാം? ഇതിൽ ഏറ്റവും സ്യൂട്ടബിൾ ആയത് എന്താ? ഏറ്റവും സ്യൂട്ടബിൾ ഫെമിന IQ 100-നേക്കാൾ കൂടുതലാണ്. ഓക്കെ, നമുക്കറിയാം, 90 മുതൽ 110 വരെ ഇതില്ലേ ഒരു ആവറേജ് അല്ലേ? ആവറേജ് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. ഈ IQന്റെ നമ്മൾ പറഞ്ഞതില്ല, IQ പഠിച്ചു നോക്കണം കേട്ടോ. 90 to 110, 110 മുതൽ 130 വരെ, അല്ലേ, 110 മുതൽ 130 വരെ. 130-നേക്കാൾ മുകളിലാണെങ്കിൽ ഗിഫ്റ്റഡ് ചൈൽഡ്. ഇന്നലെ നമ്മൾ ഗിഫ്റ്റഡ് ചിൽഡ്രൻസിന് ഒരു എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്നൊക്കെ പഠിച്ചില്ലായിരുന്നു, ഡബിൾ പ്രൊമോഷൻ പോലെയുള്ള കാര്യങ്ങൾ. അപ്പോൾ ഇത് റിലേറ്റഡ് ആണ് ക്വസ്റ്റ്യൻസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. എബ്രഹാം മാസ്ലോ സൂചിപ്പിച്ച ആവശ്യങ്ങളുടെ ശ്രേണിയിൽ 3-മത് വരുന്നത്. ഇപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, നമ്മൾ നീഡ്സ്, ഹയറാർക്കി ഓഫ് നീഡ്സിൻ്റെ ഒരുപാട് ക്വസ്റ്റ്യൻസ് വന്നു. ഓരോന്നിലും ഓരോ നീഡാണ്. ഇപ്പം ഒന്ന് ചോദിച്ചത് ആദ്യത്തോ രണ്ടാമത്തോ ചോദിച്ചില്ല, 3-മത്തേത് ഏതാണ്? നമുക്ക് ആദ്യവും രണ്ടാമത്തോ അറിയണം. ആദ്യത്തെ നിങ്ങൾ നോക്കൂ, ബേസിക് നീഡ്സ്. ഇങ്ങനെ ഒന്നും പറഞ്ഞില്ല, പക്ഷേ നമുക്ക് ആ ബേസിക് നീഡ്സ് ഞാൻ ഇന്നലത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ പറഞ്ഞില്ലേ, വെള്ളം, പാർപ്പിടം, അങ്ങനെ ഒരു കൺസെപ്റ്റ് ചോദ്യം വന്നു, അല്ലേ? അതുപോലെ അപ്പോൾ ബേസിക് നീഡ്സ് ആണ് ഫിസിയോളജിക്കൽ നീഡ്സാണ്. ലവ് ആൻഡ് ബിലോങ്ങിങ്സ്, എസ്റ്റീം നീഡ്സ്, സെൽഫ് ആക്ച്വലൈസേഷൻ. ഏതാ വരുന്നത്? നിങ്ങൾ ആലോചിച്ച് നോക്ക്. രണ്ടാമത്തെ സേഫ്റ്റി അല്ലേ? 3-മത്തതാണ് ഏത്? ലവ് ആൻഡ് ബിലോങ്ങിങ്. സോ ആൻസർ ഈസ് ഓപ്ഷൻ ബി. ക്ലിയർ അല്ലേ? ഏറ്റവും ലാസ്റ്റത്തെ ഏതാ? സെൽഫ് ആക്ച്വലൈസേഷൻ. ഇങ്ങനെയുള്ള തുടക്കം ഒടുക്കം 3-മത്തവും പഠിക്കണം എന്ന് മനസ്സിലായില്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. പഠനവേളയിലെ ആശയ രൂപീകരണ പ്രക്രിയയിൽ പ്രവർത്തന ഘട്ടം, ബിംബന ഘട്ടം, പ്രതിരൂപാത്മക ഘട്ടം എന്നിവയുണ്ടെന്ന്. ഏതാ? ഇംഗ്ലീഷ് പറഞ്ഞാൽ മനസ്സിലാകടാ. നോക്കി, in the concept formation process of learning there are 3 important stages called enactive stage, iconic stage and symbolic stage.
ഇത് ഇത് ആര് പ്രപ്പോസ് ചെയ്തതാണ്? ഒസബൽ, വൈഗോഡ്സ്കി, പിയാഷെ, ജെറോമസ് ബ്രൂണർ. ആരാണ്? നമുക്കറിയാം, ഇത് ജെറോമസ് ബ്രൂണർ ആണ്. ബ്രൂണറുടെ കൺസെപ്റ്റ് ആണ് എന്ത്? അദ്ദേഹത്തിന്റെ ഡെവലപ്മെന്റുമായി ബന്ധപ്പെട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലേ? കൺസെപ്റ്റ് ഫോർമേഷനിൽ 3 ടൈപ്സ് ഉണ്ട്: ഐക്കണിക്, അതുപോലെ തന്നെ അനാക്റ്റീവ് സ്റ്റേജസ് അല്ലേ? ഐക്കണിക് ആൻഡ് സിംബോളിക് സ്റ്റേജ്. ഈ ഒരു രീതിയിലാണ് വരുന്നത്. നെക്സ്റ്റ് നോക്കൂ, ടെലിവിഷനിൽ കണ്ട മാതൃക നോക്കി ഗോളീഘട്ടം അല്ലെ? ഗേളി ഘട്ടം ഘട്ടമായ പ്രവർത്തനങ്ങളിലൂടെ പേപ്പർ ബോട്ട് നിർമ്മിക്കുകയാണ്. അപ്പൊ കുട്ടി എന്ത് ചെയ്യുന്നു? ഒരു ടെലിവിഷനിലൂടെ കണ്ട് അതുപോലെ ചെയ്യാണ്. ഓർത്ത കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി അവർ ഘട്ടങ്ങൾ നോട്ട്ബുക്കിൽ കുറിച്ച് അത് അവൾ എന്ത് ചെയ്തു? നോട്ട്ബുക്കിൽ എഴുതിയെടുത്തു. അങ്ങനെ ഘട്ടങ്ങളെ ഓർമ്മയിൽ നിലനിർത്താൻ കഴിഞ്ഞു. റിട്ടൻഷൻ നടത്തി. തുടർന്ന് ഒരു പേപ്പർ ബോട്ട് കുട്ടികളുടെ മുന്നിൽ നിർമ്മിച്ചു കാണിച്ചു. അത് റീപ്രൊഡക്ഷൻ അല്ലേ ചെയ്തു. റീപ്രൊഡക്ഷൻ. കൂട്ടുകാർ അവളെ പ്രശംസകൾ കൊണ്ടുപോകും. ആരുടെ? നിരീക്ഷണ പഠന സിദ്ധാന്തമാണ്. ഇവിടെ തന്നെ നോക്ക്, ഒബ്സർവേഷൻ അല്ലേ? ഒബ്സർവേഷൻ തിയറി, സോഷ്യൽ ലേണിംഗ് എന്നല്ല പറഞ്ഞത്. അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട ആളെ തന്നെ ഓർത്ത് വെച്ചാൽ മതി. ഇങ്ങനെയുള്ളത് ആരാണ്? അതാരാണ്? B.F. സ്കിന്നർ ആണോ? എറിക്സൺ ആണോ? ആൽബർട്ട് ബന്ദുരയാണോ? കോൾബർഗ് ആണോ? അതാരാണ്? ആൽബർട്ട് ബന്ദുരയാണ് അല്ലേ? നമുക്കറിയാം എറിക്സന്റെ ഓരോ ഘട്ടങ്ങൾ അല്ലേ? സാമൂഹ്യ വികാസം നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിലെ ഓരോ അല്ലേ സ്റ്റേജസ്, ട്രസ്റ്റ് വിയസ് മിസ്ട്രസ്റ്റ്, അത് ചോദ്യം വരാറുണ്ട്. അതുമായി ബന്ധപ്പെട്ട ആളാണ് ആര്? എറിക്സൺ. കോൾബർഗ് നമുക്കറിയാം. ലോറൻസ് കോൾബർഗിന്റെ പ്രത്യേകത നൈതിക വികാസം, മോറൽ ഡെവലപ്മെന്റ്. ഒരുപാട് ചോദ്യം വന്നിട്ടുണ്ട്. ഇപ്പോൾ ആൽബർട്ട് ബന്ദുരയെ കുറിച്ചുള്ള ഒരു ചോദ്യമാണ് ഇതിൽ. നമുക്കറിയാം ഇദ്ദേഹത്തിന്റെ ആ ഒരു ഒബ്സർവേഷൻ ലേണിങ്ങിന്റെ പ്രത്യേകത, അതിൽ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഒരു മോഡലിംഗ് ഉണ്ടാവും അല്ലെ? കുട്ടി ടെലിവിഷൻ മാതൃക നോക്കിയിട്ടല്ലേ അറ്റൻഷൻ ശ്രദ്ധിക്കുന്നുണ്ട്. എന്നിട്ട് അത് റിട്ടൻഷൻ ചെയ്യും, നിലനിർത്താൻ പല രീതിയിൽ നോട്ട്ബുക്കിലൊക്കെ കുറിച്ചെടുക്കുന്നുണ്ട്, അത് ഓർമ്മയിലേക്ക് കൊണ്ടുവരുന്നു. സോ മോട്ടോർ റീപ്രൊഡക്ഷൻ കണ്ടോ? മോട്ടോർ അത് ചെയ്ത് കാണിക്കുന്നു. ഇതിൻ്റെ ഒരു മോട്ടിവേഷൻ കുട്ടിക്ക് ലഭിക്കുക. ഇതൊക്കെ ഈ ഒരു രീതിയിൽ ഈ ലേണിംഗ് തിയറിയുടെ ഭാഗമാണ്. ഇതാരാ പറഞ്ഞത്? ആൽബർട്ട് ബന്ദുരയാണ്. അപ്പൊ ഇതിങ്ങനെ കാണാതെ പഠിക്കുന്നത് നമുക്ക് ഓർമ്മയിൽ നിൽക്കില്ല. പക്ഷെ നിങ്ങൾ ഈ കൺസെപ്റ്റ് ഒന്ന് മനസ്സിലാക്കി നോക്കൂ. അപ്പോൾ ഇതൊക്കെ ആരുമായി ബന്ധപ്പെട്ടതാണ്? ഒബ്സർവേഷൻ ലേണിംഗ് ആണ്, സോഷ്യൽ ലേണിംഗ് തിയറിയാണ്. ആരുടേത്? ആൽബർട്ട് ബന്ദുരയുടേതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ, വികാസത്തെ സംബന്ധിച്ച് ശരിയല്ലാത്ത പ്രസ്ഥാനം ഇത് അതല്ലേ? ഡെവലപ്മെന്റിനെ കുറിച്ച് ചോദ്യം പല രീതിയിൽ വരുന്നുണ്ട്. ഒരു ബേസിക് ചോദ്യമാണ്. എന്താണ്? വികാസ തത്വങ്ങളാണ്. വികാസം പരിപക്വനത്തെയും പഠനത്തെയും ആശ്രയിച്ചിരിക്കുന്നു. ഡെവലപ്മെന്റ് ഈസ് ബേസ്ഡ് ഓൺ മെച്ചുറേഷൻ ആൻഡ് ലേണിംഗ്. കറക്റ്റ് അല്ലേ? മെച്ചുറേഷൻ ആൻഡ് ലേണിംഗ് രണ്ടിന്റെ മുകളിൽ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. അതിന്റെ ബേസ് ആണ്. നെക്സ്റ്റ്, ഡെവലപ്മെന്റ് ഈസ് പോസിബിൾ ഓൺലി ത്രൂ ഗ്രോത്ത്. വളർച്ച ഉണ്ടായാൽ മാത്രമേ ഒരാൾ ചെറിയ കുട്ടിയാണ്, വളർന്നു വന്നില്ല, അവന് വളർച്ച മുരടിച്ചു പോയി, അപ്പോൾ ഡെവലപ്മെന്റ് ഇല്ല എന്നാണ് പറയുന്നത്. ശരിയാണോ? അല്ല. കാരണം എന്താ? ഒരു കുട്ടി വളരുന്നില്ലെങ്കിലും അവനിൽ ഡെവലപ്മെന്റ് ഉണ്ട്. അത് എവിടുന്ന് വരുന്ന ഡെവലപ്മെന്റ്? ഫ്രം ബേർത്ത് അല്ലെ ബിഫോർ ബേർത്ത്, ജനനത്തിന് മുമ്പ് അവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു. അറ്റ് ദ ഡെത്ത്, മരണം വരെ ഡെവലപ്മെന്റ് ഉണ്ട് നമ്മൾ പഠിച്ചത്. പിന്നെ ഡെവലപ്മെന്റ് ഈസ് ക്വാളിറ്റേറ്റീവ്. ശരിയാണ്, ക്വാളിറ്റേറ്റീവ് ആണ് ഡെവലപ്മെന്റ്. ഡെവലപ്മെന്റൽ ഫാക്ടേഴ്സ് ആർ ഇന്റർ റിലേറ്റഡ്, പരസ്പരം ബന്ധപ്പെട്ടിരിക്കും. ഇതൊക്കെ ശരിയാണ്. സോ ഇവിടുത്തെ ആൻസർ ഓപ്ഷൻ ബി. അത് വികസനത്തിൽ അല്ലെ വളർച്ചയിലൂടെ മാത്രമേ സാധ്യമാവൂ എന്നുള്ളത് ഈ മാത്രമേ എന്ന് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അത് മനസ്സിലാക്കാം കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മിയ ടീച്ചർ സയൻസ് പാഠവുമായി ബന്ധപ്പെട്ട ആശയങ്ങൾ ക്ലാസ്സിൽ ചർച്ച ചെയ്തു. തുടർന്ന് ചെറു സംഘങ്ങളായി നിർവഹിക്കാൻ ചില പ്രവർത്തനങ്ങൾ നൽകി. ഇപ്പോൾ ഒരു ഗ്രൂപ്പ് ലേണിംഗ് കൊടുക്കുകയാണ്. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കി, ഇവിടെ ടീച്ചർ എന്താ ചെയ്യുന്നത്? കുട്ടികളുടെ സാമൂഹ്യ ബന്ധം, അതായത് സോഷ്യബിലിറ്റി, അതെന്ത് ചെയ്യുന്നു? സോഷ്യബിലിറ്റി വളർത്താൻ ശ്രമിക്കുന്നു. ശരിയല്ലേ? ഉണ്ട്. എല്ലാ കുട്ടികളിലും ആശയധാരണ ഉറപ്പാക്കാൻ അല്ലേ അല്ലേ അറ്റൈൻ ദ കൺസെപ്റ്റ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നില്ലേ? ഉണ്ട്. ചെറു സംഘങ്ങളിലെ ചർച്ചയിലൂടെ സംശയ നിവാരണം, ഇവിടെ സംശയ നിവാരണമൊക്കെ എന്ത് ചെയ്യുന്നു? ചെറിയ ഗ്രൂപ്പുകളായിട്ട് ഡൗട്ട്സ് ക്ലിയർ ചെയ്യുന്നു. സോ മുകളിൽ പറഞ്ഞുവല്ല, ഇതെല്ലാം നടക്കുന്നില്ല. സോ ആൻസർ ഏതാണ്? ഓപ്ഷൻ ഡി, ഓൾ ഓഫ് ദി അബോവ്. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് ആലോചിച്ചാൽ കിട്ടാവുന്നേ ഉള്ളൂ കേട്ടോ. നെക്സ്റ്റ്, കേൾവി പരിമിതിയുള്ള കുട്ടികൾ ആശയവിനിമയത്തിന് ഉപയോഗിക്കുന്ന ഭാഷ. ഇത്തരം ചോദ്യങ്ങൾ കണ്ടില്ലേ? ഇൻക്ലൂസീവ് എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ, ഇൻഡിവിജ്വൽ ഡിഫറൻറ്റുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ വരും. സോ ഇവിടെ കേൾവി പരിമിതിയുള്ള കുട്ടികൾ ആശയവിനിമയത്തിന് എന്താ? മെഷീൻ ലാംഗ്വേജ് ആണോ, സൈൻ ലാംഗ്വേജ് ആണോ, ബ്രെയിൽ ലിപി ആണോ, അല്ലെ ഓൾ ഓഫ് ദി അബേ? ഏതാണ്? നമുക്കറിയാം അത് സൈൻ ലാംഗ്വേജ് ആണ്, ആംഗ്യ ഭാഷയാണ്.